വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ കോട്ടകളിലൊന്നായിരുന്നു ആസാം. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ആസാമിൽ കോൺഗ്രസ് അധികാരത്തിന് പുറത്താണ്. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന വർഗീയ വിഷന്തുപ്പ് എന്ന വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കി ആസാമിന്റെ എല്ലാ സൗന്ദര്യവും തകർത്തെറിഞ്ഞുകൊണ്ടാണ് BJP ആസാമിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെയും BJPക്കെതിരെയും ഉദയം കൊണ്ട കോൺഗ്രസിന്റെ നേതാവിന്റെ പേരാണ് ഗൗരവ് ഗൊഗോയ്. ആസാമിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന തരുൺ ഗൊഗോയുടെ പുത്രൻ. ഇപ്പോൾ അദ്ദേഹം ലോക്സഭ MP ആണ്. ആസാം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. ഹിമന്ത ബിശ്വ ശർമ്മയെ പൂട്ടാൻ ആര് എന്ന ചോദ്യത്തിന് ഇന്ന് ആസാം ജനത ഒന്നടങ്കം പറയുന്ന ഒരു ഉത്തരം ഗൗരവ് ഗൊഗോയ് എന്നാണ്. അത്രത്തോളം ജനങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ആഴ്ന്നിറങ്ങിയ ഒരു പേരാണ് ഗൗരവ് ഗൊഗോയ്. മുഴുവൻ സമയവും വർഗീയ വിഷന്തുപ്പി സാക്ഷാൽ യോഗി ആദിത്യനാഥിനെ പോലും കവച്ചു വെക്കുന്ന തരത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ ഒന്നടങ്കം ആസാമിന്റെ മണ്ണിൽ നിന്നും ആട്ടിയോടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത, ബുൾഡോസർ രാജ് നടപ്പിലാക്കിയ, പള്ളികളും മദ്രസകളും തകർത്തെറിയുന്ന, എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ, അത് ആസാം ഗണപരിഷത്തിൻ്റെതായാലും കോൺഗ്രസിൻ്റെതായാലും അടക്കം ഓഫീസുകൾ ബുൾഡോസറുകൾ വെച്ചു തകർക്കുന്ന ഈ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നെറികെട്ട ഭരണത്തിനെതിരെ പ്രതികരിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഗൗരവ് ഗൊഗോയ് ഒരു തരംഗമായി മാറുകയാണ് ആസാമിൽ. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ഗൗരവ് ഗൊഗോയ് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഗൗരവ് ഗൊഗോയിയെ മുൻനിർത്തി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഇത്തവണ ആസാമിന്റെ ഭരണം പിടിക്കാം എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ആസാമിന്റെ മലമടക്കുകളിൽ ഗൗരവ് ഗൊഗോയ് പദയാത്രകളുമായി കളം നിറഞ്ഞു കഴിഞ്ഞു. കേരളത്തോടൊപ്പം 2026 ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കും ആസാമിലെയും തെരഞ്ഞെടുപ്പ്. ആസാമിലെ ജനങ്ങൾ വളരെ വലിയ ജനാധിപത്യ ബോധമുള്ള ജനങ്ങളാണ്. കഴിഞ്ഞ 2 തവണ അവർക്ക് പറ്റിയ തെറ്റ് തിരുത്താനുള്ള കാത്തിരിപ്പിലാണ് അവർ ഇപ്പോൾ. നേരത്തെ ഒരമ്മ പറ്റ മക്കളെ പോലെ കഴിഞ്ഞിരുന്ന ആസാമിലെ ജനങ്ങൾക്കിടയിലേക്ക് വർഗീയവാദത്തിന്റെ, വിഘടനവാദത്തിന്റെ വിഷന്തുപ്പ് എന്ന പ്രസ്താവനകളുമായി കടന്നു വന്ന മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിലെ ജനങ്ങളെയാകെ ഭിന്നിപ്പിച്ചിരിക്കുകയാണ്. മുഖത്തോട് മുഖം നോക്കി ഹൈന്ദവനെന്നും മുസൽമാനെന്നും പറയേണ്ട ഒരു ഗതികേടിലേക്ക് ആസാമിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ചപ്പോൾ ആസാം ജനതയുടെ മനസ്സിന്റെ അകത്തളങ്ങളിലുണ്ടായ മുറിവുണക്കാനുള്ള പ്രയത്നത്തിലാണ് ഗൗരവ് ഗൊഗോയ്. ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിൽ വലിയ പദയാത്രകൾ സംഘടിപ്പിച്ച് ജില്ലകളിൽ കോൺഗ്രസിന്റെ കമ്മിറ്റികളെല്ലാം പുനരുജ്ജീവിപ്പിച്ച് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ആസാമിൽ കോൺഗ്രസ് മുന്നേറുകയാണ്. കഴിഞ്ഞ ദിവസം ആസാമിലെ ആദിവാസി വിഭാഗങ്ങൾ വലിയ തരത്തിലുള്ള നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. 10,000-കണക്കിന് ആളുകളാണ് ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് പ്രതീക്ഷയ്ക്കൊത്ത ഒരു വിജയം ആസാം നൽകിയിട്ടുണ്ട് എന്നതും എടുത്തു കാണിക്കേണ്ടതാണ്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ വർഗീയ രാഷ്ട്രീയത്തിന് വിരാമം കുറിക്കാൻ ഗൗരവ് ഗൊഗോയ് എന്ന ചെറുപ്പക്കാരനെ മുൻനിർത്തി കോൺഗ്രസ് കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. NSU, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളും അവിടെ ഗൗരവ് ഗൊഗോയ്ക്കൊപ്പം അണിനിരന്നു കഴിഞ്ഞു. ഇത്തവണ കോൺഗ്രസ് അവിടെ അരയും തലയും മുറുക്കി മുഴുവൻ കോൺഗ്രസിന്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തുകൊണ്ടാണ് പോരാടുന്നത്. ആസാമിന്റെ മലമടക്കുകളിലെ നഷ്ടപ്പെട്ട പ്രതാപം കോൺഗ്രസിനെ തിരിച്ചുപിടിക്കണം. ആസാമിന്റെ ഗ്രാമനഗരങ്ങളിൽ കോൺഗ്രസിന്റെ ചർക്കാങ്കിത ത്രിവർണ പതാക പാറിപ്പറക്കണം. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചോദിച്ച് വിജയിച്ച MLA-മാർ നിയമസഭകളിലെത്തണം. കാരണം ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ബുദ്ധനുമായി തരംതിരിച്ച ആസാമിലെ ജനങ്ങൾക്ക് തങ്ങളുടെ പഴയ ജീവിതം തിരികെ പിടിക്കണം. അവിടെ ജാതി നോക്കി, മതം നോക്കി കൂട്ടുകൂടുന്ന രാഷ്ട്രീയമല്ല വേണ്ടത്. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്ന രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം ആസാമുകാർ ശിരസ ഏറ്റെടുത്തു എന്നാണ് ആസാമിൽ നിന്ന് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ആസാമിൽ നിയമസഭാ പോരാട്ടത്തിനുള്ള ഒരുക്കം കോൺഗ്രസ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. സ്ഥാനാർത്ഥികളെയെല്ലാം ഏകദേശം കണ്ടുവച്ചിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന വിവരം. ആസാമിൽ 2 മലയാളികൾ കൂടി ഇത്തവണ ആസാമിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ രംഗത്തുണ്ട്. M. ലിജു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആസാമിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ തങ്ങളുടേതായ അടയാളപ്പെടുത്തലുകൾ നടത്താൻ ആസാമിലേക്ക് പോയിട്ടുണ്ട്. കാരണം ആസാം രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അവിടെ ഒരു പ്രബല ശക്തിയായിരുന്നു. കോൺഗ്രസിന് അല്പം ക്ഷീണമുണ്ടായിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. കാരണം വർഗീയ രാഷ്ട്രീയത്തെ അതേ നാണയം കൊണ്ട് നേരിടാൻ കോൺഗ്രസിന് അറിയില്ല.
കോൺഗ്രസ് സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെ, സാഹോദര്യത്തിന്റെ രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ആസാമിന്റെ മലമടക്കുകളിൽ കോൺഗ്രസ് വലിയ പ്രചരണങ്ങളുമായി മുന്നേറുകയാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം ഒരു കോൺഗ്രസ് അനുകൂല ട്രെൻഡ് ആസാമിൽ കാണുന്നുണ്ടെന്നാണ് ദേശീയ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിലയിരുത്തുന്നത്. ഗൗരവ് ഗൊഗോയ് ആസാമിന്റെ മലമടക്കുകളിൽ കൂടെ നടത്തുന്ന പദയാത്രകൾക്ക് ഫലമുണ്ടാകും. ആസാം ഇത്തവണ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന സംസ്ഥാനമാണ്. അത്ഭുതങ്ങളും വലിയ അട്ടിമറികളും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആസാമിന്റെ ഭരണം കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്താൻ പോവുകയാണ്.